ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുട്ടികളൊക്കെ സ്കൂളിലിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതുപോലെ തന്നെ വലിയവർക്കും തന്നെ 4 മണിക്ക് ചായയുടെ കൂടെ ഉണ്ടാക്കി കഴിക്കാനും കൂടെ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ ഈസി ആയിട്ടുള്ളൊരു വെറൈറ്റി സ്നാക്സും കൂടെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്കും കൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഈസി സ്നാക്സ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിലൊരു പാന് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്കിത് 2 ടീസ്പൂണോളം നെയ്യ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാൻ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്കിത് ഒരു 2 ടീസ്പൂണോളം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള കാഷ്യൂനട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അത് 2 ടീസ്പൂണോളം തന്നെ കിസ്മിസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂണോളം തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബദാമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ കയ്യിലുള്ള എന്താണോ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ബദാം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കുട്ടികൾക്ക് ആവുമ്പോൾ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ അത് ഏകദേശം വറവായിട്ട് വന്നിട്ടുണ്ട്. കളറൊക്കെ ഇങ്ങനെ ചേഞ്ചായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 1 കപ്പ് തേങ്ങ ചെറുതായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാട്ടോ. 1 കപ്പാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ചെരുവിന് ശേഷം ഒന്ന് ചെറുതാവാൻ കൂടെ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മധുരത്തിന് നമുക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ അധികം ആഡ് ചെയ്തെടുത്തിട്ടില്ല, ഒരു 3 ടേബിൾ സ്പൂണ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വറുത്തെടുക്കണം. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും അത് തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ട് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. ഈ ഒരു 1/2 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവറിനും കൂടെ വേണ്ടിയിട്ട്. നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് 2 മിനിറ്റും കൂടെ നമുക്കൊന്നും കൂടെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. കളറൊക്കെ ഏകദേശം ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 250 ml ഒരു കപ്പാണ്, അതിനൊരു കപ്പ് മൈദയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ആട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് കുറച്ച് ഡാർക്ക് ടൈപ്പിലുള്ള കൊക്കോ പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് ഞാൻ ബേക്കിംഗ് സോഡയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ട് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്താൽ മതി. പിന്നെ ഒരു കോഴിമുട്ട കേട്ടോ അതിലേക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിതാ ഒരു കുറച്ച് വെള്ളം, ഒരു 1/2 കപ്പിൻ്റെ മേലെ കണ്ടിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫസ്റ്റിൽ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു നുള്ളു ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചൊരു ടൈറ്റ് ആയിട്ട് തന്നെ കേട്ടോ നിൽക്കുക. പിന്നെ കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. പിന്നെ ഞാനൊരു 1/4 കപ്പോളം കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേശ്ശെ ഒഴിച്ച് നമുക്കിതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ടോട്ടലായിട്ട് ഞാൻ അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ആട്ടോ എടുത്തിട്ടുള്ളത്. ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഇതിൻ്റെ മാവ് വേണ്ടത്. അപ്പോൾ വെള്ളമൊക്കെ ആഡ് ചെയ്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളം ആട്ടോ ഞാൻ ടോട്ടലായിട്ട് എടുത്തിട്ടുള്ളത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ നമുക്ക് നല്ല കട്ടിയായി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വെള്ളം ആഡ് ചെയ്തിട്ട് ലൂസാക്കി കൊടുത്താൽ മതി. അപ്പോൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാന് വെച്ചിട്ടുണ്ട്. ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഫുൾ ഫ്ലെയിമിലൊന്നും ഇടരുത് കേട്ടോ. ഇതിൽ നിന്ന് കുറേശ്ശെ മാവ് എടുത്തിട്ട് ഇതുപോലെ ഇതിലേക്ക് ഇങ്ങനെ ചുട്ട് കൊടുക്കും. നമ്മൾ ചെറിയ പാൻ കേക്കൊക്കെ ഉണ്ടാക്കൂലേ, അതുപോലെയാണ് നമ്മളിതും ചുട്ടെടുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി മൂടി വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മൂടി വെച്ചിട്ട് വേവിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി വരും. അപ്പോൾ നമ്മളെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല ആരൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചുട്ടെടുക്കാനേ ഉള്ളൂ കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുത്താൽ മതി. ഫ്ലെയിം ഒരിക്കലും കൂടി പോകാൻ പാടില്ല, അങ്ങനെ അതിൻ്റെ അടിഭാഗമൊക്കെ കരിഞ്ഞു പോകും. ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു റൗണ്ടിൽ കേട്ടോ, വല്ലാണ്ടങ്ങ് വെട്ടം കൂട്ടാൻ പാടില്ല. ഈ ഒരു റൗണ്ടിൽ ചെയ്തെടുത്താൽ മതി. ഇത് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 6-7 നമുക്ക് ആ ഒരു മാവ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാനുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നമ്മളെ ഫില്ലിങ്സ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്തെടുക്കാനുള്ളത്
നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും ഇതുപോലത്തെ പൂവാടൊക്കെ നമ്മൾ ചുട്ടെടുക്കുന്ന അച്ചില്ലേ, അതിൻ്റെ ഒരു അച്ചാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിനുള്ളിലേക്ക് ഇതാ നമ്മുടെ പാൻ കേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, നല്ല ഒരു അത്യാവശ്യം ആ ഒരു വട്ടത്തിലുള്ള ടൈമിൽ കണ്ടില്ല, ഈ ഒരു സൈസിൽ തന്നെയാണ് ഞാൻ എല്ലാം ചുട്ടെടുത്തിട്ടുള്ളത്. അതാണ് ആ റൗണ്ട് അധികം കൂടണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഉണ്ടല്ലോ, അതുപോലെ കുറേശ്ശെ വെച്ച് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് സൈഡിലേക്ക് വല്ലാണ്ടാവണ്ട, സെൻറ്ററിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇതൊന്നാണ് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ കൈ അതിൻ്റെ ഉള്ളിലേക്ക് കൈ കൊണ്ട് അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് തനിയെ തന്നെ അങ്ങ് ഒട്ടി വന്നോളും. ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം വല്ലാണ്ട് പ്രസ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതങ്ങനെ അടർന്നു പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കണ്ടില്ലേ, ആ ഒരു നല്ല കറക്റ്റ് ഷേപ്പിൽ നമുക്ക് നല്ല ഭംഗിയിൽ നമ്മൾ പൂവാടൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ അല്ലേ. അപ്പോൾ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, ഇതുപോലെ ചെയ്തെടുക്കുക. നല്ലതുപോലെ ഒട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഇവിടെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓയിലൊന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നൊന്നുമില്ല, അതുകൊണ്ടൊന്നും ഓയിലി ഒന്നും അല്ലേനും എല്ലാവർക്കും കഴിക്കാനും പറ്റും കേട്ടോ. ഇനി ഇതുപോലെ തന്നെ അടുത്തതും ചെയ്ത് കൊടുക്കുക. ഇതിനെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുക ഫില്ലിങ്സ്. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്യുമ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത് പോരുവേ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഷേപ്പിലൊക്കെ ആക്കി വെക്കുമ്പോൾ കുട്ടികൾക്കും തന്നെ കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നി അവർ കഴിച്ചോളും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഏത് ഫില്ലിങ്സ് വെക്കാം കേട്ടോ, തേങ്ങ തന്നെ വേണമെന്നൊന്നുമില്ല. നേന്ത്രപ്പഴമാണെങ്കിൽ അങ്ങനെ ഫില്ലിങ്സ് ഉണ്ടാക്കിയിട്ട് വെക്കാം, എന്തും ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുട്ടികൾ കഴിക്കാത്തതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ അതെല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 6 അല്ലെങ്കിൽ 7 ഒക്കെ നമുക്ക് ഇതുകൊണ്ട് ചുട്ടെടുക്കാനുണ്ടാവും കേട്ടോ. അത് നമ്മുടെ അച്ഛനനുസരിച്ചിട്ടാണ്, ആ ഒരു വലുപ്പത്തിനനുസരിച്ചിട്ട് നമ്മൾ ചുട്ടെടുത്താൽ മതി. കണ്ടില്ലേ, ഉള്ളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് തന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.